നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ തറവാട്ടിൽ പിറന്ന് സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയാകാം? തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചവൻ എന്തൊക്കെ ആയില്ല എന്നതാണ് സംശയം. കവി, ചിന്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, സമുദായോദ്ധാരകൻ, സന്യാസി, ത്യാഗി, ദേശാന്തരങ്ങളുടെയും ആത്മീയ ഗുരു, അങ്ങനെ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിന് എന്തെല്ലാം രൂപങ്ങൾ! നാട്ടിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ചാതുർവർണ്ണ്യവും ഉച്ചനീചത്വങ്ങളുമായിരുന്നു വിപ്ലവകാരിയായ ഗുരു ആദ്യമേറ്റെടുത്ത വെല്ലുവിളികൾ. ചാതുർവർണ്ണ്യം നിലനിന്ന കാലത്ത് ഒരുപാട് ജാതികളുണ്ടായിരുന്നു. ഏത് കൂടിയവരും കുറഞ്ഞവരും എന്നുള്ള മനുഷ്യരിൽ തന്നെ കുറഞ്ഞവരും കൂടിയവരും എന്ന് പറഞ്ഞ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറഞ്ഞ ഒരു ഇടപാടുണ്ടായിരുന്നു. അതിൽ കുറഞ്ഞ കീഴോട്ടുള്ള പറയര്, കുറവർ, പുലയർ, പാണർ, ഇങ്ങനെ കീഴോട്ടുള്ള അസകൃതരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ജനങ്ങളും ഉണ്ടായിരുന്നു ഗുരു വരുന്ന കാലത്തൊക്കെ. അന്നാണ് ഗുരു പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന്. ഗുരു ഒരു ജാതി എന്ന് പറഞ്ഞത് ഏതെല്ലാം രാഷ്ട്രങ്ങളുണ്ടോ, മനുഷ്യരുണ്ടോ, അവിടെയുള്ള മനുഷ്യരെ എല്ലാം പറഞ്ഞ് കൂട്ടി മനുഷ്യരെന്ന് പറയുന്ന ഒരു ജാതി. അല്ലാതെ വേറെ ഈ മനുഷ്യർക്ക് ഇന്ന് മനുഷ്യരെന്ന് പറയുന്ന ഒരു കൂട്ടർക്ക് ഒരേ രൂപമല്ലേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും എന്നുള്ള വ്യത്യാസമല്ലാതെ ഒരേ രൂപമല്ലേ ഉള്ളൂ. അപ്പം മനുഷ്യരെന്ന് പറയുന്ന ഒരു ജാതിയെ ഗുരു കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു മതമെന്ന് പറഞ്ഞത് ഗുരുവിനെ പോലെയുള്ള സത്യദർശികൾ തപസ്സുകൊണ്ട് ജ്ഞാനവും വിശേഷ ഉണർവ്, മനസ്സിനും ബുദ്ധിക്കുമെല്ലാം ഉണർവുണ്ടായിട്ടുള്ള അവരാണ് ഈ മതാചാര്യന്മാരെന്ന് പറയുന്നത്. ഗുരു പറഞ്ഞതിന് ഒക്കെ വിപരീതമായിട്ട് തന്നെയാണ് ആളുകൾ ജീവിക്കുന്നത്. ആളുകൾക്ക് എത്ര പറഞ്ഞാലും അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കുകയുള്ളൂ. പിന്നെ ഗുരുക്കന്മാർ ഇതുപോലെ യേശുക്രിസ്തു, മുഹമ്മദ് നബി, ഇവരൊക്കെ ഇതുപോലെ ദൈവ ദർശനമുണ്ടായ സത്യദർശികളാണ്. അവരൊക്കെ നല്ല വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. അത് ക്രിസ്ത്യാനികളെ അത് ക്രിസ്തുമതമാക്കി, മുസ്ലിങ്ങളത് നബി പറഞ്ഞിട്ടുള്ളതിനെ ഇസ്ലാം മതമാക്കി. എന്നാൽ ഗുരു ഇങ്ങനെ ഒരു മതവുമാക്കാൻ പറഞ്ഞിട്ടില്ല. ഗുരു പ്രത്യേക മതം സ്ഥാപിച്ചിട്ടുമില്ല. ഗുരു മനുഷ്യരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ലോകത്ത്. ഏത് രാഷ്ട്രത്തിലുള്ള മനുഷ്യന് ഒരു രൂപമല്ലേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും എന്നുള്ള വ്യത്യാസമില്ലാതെ. അതാ ഗുരു പറഞ്ഞിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ഒരേ സമയം സന്യാസിയും ത്യാഗിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെയാണ് കാരുണ്യത്തിലൂടെ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യരാക്കി കേരളീയ ജനതയെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അക്കാലത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരുടെയും അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം തന്നെ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഒരേ സമയം ത്യാഗിയാവാനും സന്യാസിയാവാനും അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ്. ഇങ്ങനെ കഴിയാൻ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് അല്ലെങ്കിൽ ആ ഒരു സന്യാസി സംഘത്തിന് പൂർണ്ണമായും കഴിയുന്നുണ്ടോ? 100-150 വർഷം നിലനിന്ന തെറ്റുകളെ തിരുത്തിയതിൻ്റെ മഹാത്മ്യമല്ല ഇന്ന് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന, നമ്മുടെ ഇടയിൽ നിൽക്കുന്ന, വ്യക്തി ജീവിതത്തിൽ നിലനിൽക്കുന്ന, സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റുകളെ നമുക്ക് എങ്ങനെ തിരുത്തിയെടുക്കാൻ സാധിക്കും എന്ന് ആത്മപരിശോധന നടത്താൻ ഗുരുവിൻ്റെ അറിവ് നമുക്ക് ഉപകരിക്കുമെങ്കിൽ ഗുരുവിനെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് കരുതാം. അതിന് നമ്മൾ വെറും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സമുദായ നേതാക്കന്മാരുടെയും പ്രസംഗങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് ഗുരുവിൻ്റെ വാക്കുകൾ തന്നെയാണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇത്
എന്നാണ് ഗുരു പറഞ്ഞത്. മതം മാറണമെന്ന് പറഞ്ഞില്ല. തൻ്റെ സ്വന്തം മതത്തെ അവരവർ വിശ്വസിക്കുന്ന മതങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവരവർ മനുഷ്യൻ നന്നാകാനാണ് അദ്ദേഹം ഉപദേശിച്ചത്. മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യൻ പരസ്പരം കലഹങ്ങളില്ലാതെ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വിദ്വേഷങ്ങളില്ലാതെ, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചതുപോലെ സഹോദരത്തെ പോലെ നാം കാണണം, പ്രവർത്തിക്കണം എന്ന വലിയൊരു സന്ദേശം. ആ സന്ദേശത്തിന് പ്രസക്തി ഏറെ ഒന്നുണ്ടായിരുന്നെങ്കിൽ പ്രസക്തിയുടെ കുറവാണ് ഇന്ന് ഈ രാജ്യവും ഈ ലോകവും നേരിടുന്ന വലിയൊരു വിപത്ത്. ആദ്യകാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യരായ ധാരാളം ആൾക്കാർ മറ്റു പല മതത്തിലും സമുദായത്തിലും പെട്ടവരായിരുന്നു. ഇന്നൊരു പക്ഷേ അതിൽ നിന്നുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം ആരംഭിച്ച കാലഘട്ടത്തിൽ അതൊരു ശ്രീനാരായണീയർ എന്ന ഗുരു കണ്ടിരുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിലെ അംഗങ്ങളെ ആയിരുന്നില്ല. പക്ഷെ ഇന്നത് മറിച്ച് സങ്കുചിതമായ ഒരു താല്പര്യത്തോടുകൂടി ഒരു പ്രത്യേക സമുദായത്തിൻ്റെ, ഒരു പ്രത്യേക മതത്തിൻ്റെ പരിധിയിലേക്ക് അവർ ഒതുങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ്. സംഘടന കൊണ്ട് ശക്തരാവുക എന്ന അദ്ദേഹത്തിൻ്റെ ആശയം, അല്ലെ ആ ഉത്ബോധനം, ഈ ശക്തി എന്നുള്ളത് ഏത് തലത്തിലാണ്? സാമ്പത്തികമാണോ? ധാർമ്മികമാണോ? ഒരുപക്ഷെ ഗുരു ലക്ഷ്യം കണ്ടിരുന്നത്, ഗുരു ഉന്നം വെച്ചിരുന്നത് ധാർമ്മികതയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നുള്ളൊരു വ്യതിചലനം, അതിൽ നിന്നുള്ളൊരു പിന്നാക്കം പായൽ നമുക്ക് കാണാം. സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഈഴവരുടെ സംഘടനയാണ് SNDP യോഗം. അത് SNDP യോഗത്തിന് SNDP യോഗം ഭരിക്കുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളിയാണല്ലോ. അപ്പം അവർ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നവരാ. SNDPയുടെ പേരിൽ തന്നെ ധാരാളം സ്കൂളുകളും കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അതൊക്കെ ഭരിക്കുന്ന SNDP വെള്ളാപ്പള്ളിയാണ്. ഇപ്പം SNDP യോഗം എന്ന് പറയുന്ന ഈ സന്യാസിമാരല്ലല്ലോ. അപ്പം SNDP യോഗം ഭരിക്കുന്നതും അതിൻ്റെ ശാഖകൾ ഭരിക്കുന്നതും ഒക്കെ സാധാരണക്കാരാണ്. അപ്പം അവരവരുടെ ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ ധർമ്മസംഘം എന്ന് പറയുന്ന സന്യാസി സംഘത്തിന് ഒരു പ്രത്യേക നിയമമുണ്ട്. അതനുസരിച്ച് സന്യാസിമാർക്ക് ജീവിക്കാനുള്ളൂ. ഗുരുവിൻ്റെ പേരിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജാതിക്കാരുടെ, ഒരു പ്രത്യേക സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഘടനയാണ്. ഗുരു ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഗുരുവായിരുന്നില്ല, മനുഷ്യരാശിയുടെ ഗുരുവായിരുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരു ഗുരുവിൻ്റെ മുഖ്യ താല്പര്യം ഒരു പ്രത്യേക കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനകളിൽ അതിലെവിടെയെങ്കിലും കാണണ്ടേത്? വേണ്ടേ? നാരായണ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഇവിടെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് പരിശോധിച്ച് നോക്കണം. അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഈഴവ കാര്യം പറഞ്ഞിട്ടുണ്ടോ? SNDP കാര്യം പറഞ്ഞിട്ടുണ്ടോ? സമുദായ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ട്? ഗുരുവിന് അതിലായിരുന്നു താല്പര്യമുള്ളത്. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ വരും തലമുറയെ അറിയിക്കാൻ നമുക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്, അതറിയാൻ നമുക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്, അതിന് ശ്രമിക്കുന്നവർ ആരൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഏതൊരു മഹാനെയും പിൽക്കാലം അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലൂടെയൊക്കെയാണ്. പക്ഷേ ആ കൃതികളുടെ അന്തസത്ത എന്താണെന്നും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ സത്ത എന്താണെന്നും ആഴ്ന്നിറങ്ങി മനസ്സിലാക്കുവാനും അത് വരും തലമുറയെ മനസ്സിലാക്കി കൊടുക്കുവാനും ആത്മാർത്ഥമായി ശ്രമിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണിത്. ഗുരുവിൻ്റെ ദർശനവും സന്ദേശങ്ങളും ലോകമെമ്പാടും ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും അത് പ്രായോഗിക തലത്തിൽ നിന്ന് വരുത്തുവാനും മനുഷ്യരാശി തയ്യാറാകുമായിരുന്നു എങ്കിൽ
മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള വിദ്വേഷങ്ങളും അതിൻ്റെ പേരിലുള്ള വെട്ടിപ്പിടുത്തങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ളതും വർഗീയ വിദ്വേഷങ്ങളും ഒന്നും ലോകത്തും ഇന്ത്യയിലും ഒരു പ്രദേശത്തും ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മതവിദ്വേഷമില്ലാതെ പരസ്പര സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ഗുരുവിൻ്റെ ദർശനങ്ങൾക്കും സന്ദേശങ്ങൾക്കും മറ്റൊന്നത്തേക്കാളും ഏറെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നൊരു കാലഘട്ടമാണ്. ബാഹ്യമായി കാണപ്പെടുന്ന ഗുരു ചെയ്തതായ പ്രവൃത്തികൾ, കർമ്മങ്ങൾ, അവയെ വിലയിരുത്തിക്കൊണ്ടാണ് സാധാരണഗതിയിൽ നാരായണ ഗുരുവിനെ ഇന്ന് ആളുകൾ വിലയിരുത്തി പോരുന്നത്. എന്നാൽ ഗുരു അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഗുരുവിന് ഉണ്ടായിരുന്നതായ എന്തറിവാണ് ഗുരുവിനെ അതിന് പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഗുരുവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്നൊരു കാര്യമാണ്. ചരിത്രകാരന്മാരാണല്ലോ ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ നടത്തുന്നത്. ഈ ചരിത്രകാരന്മാർക്ക് ഒരു ഗുരുവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഗുരു എന്താണ് അറിഞ്ഞിരുന്നത്, കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ വിലയിരുത്തുന്നത് ബാഹ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. ആ സംഭവങ്ങളെ വെച്ചുകൊണ്ട് അവർ ഓരോരോ നിഗമനത്തിലെത്തി. അതിൻ്റെ സ്ഥാനത്ത് നാരായണ ഗുരുവിനെ പോലെയുള്ള മഹാത്മാക്കളെ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ ബാഹ്യമായി അവർ ചെയ്ത കാര്യങ്ങൾ മാത്രം കണക്കിലെടുത്താൽ പോരാ, ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവരെ ഉദ്യുക്തരാക്കിയ അറിവെന്ത് എന്നുകൂടി അറിയണം. എന്തുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകളന്ന് അനിഷേധ്യമായിരുന്നു? അതിൻ്റെ പിന്നിൽ അറിവിൻ്റെ ശക്തിയുണ്ടായിരുന്നു. എന്തറിവാണത്? അത് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഗുരു വെളിപ്പെടുത്തി തന്നിട്ടുള്ള ജ്ഞാനരഹസ്യം തന്നെ അറിഞ്ഞാലേ പറ്റും. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട്. അതാണ് ഒരു ദൈവം എന്ന് പറയുന്നത്. ആ ഒരു ദൈവത്തെ ഉദ്ദേശിച്ച് തന്നെ ഗുരുദേവൻ ദൈവദശകം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഈ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപതും, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ടല്ലോ. ആ ദൈവത്തിനെ പറ്റി തന്നെയാണ് ഗുരു ദൈവദശകം എന്ന് പറഞ്ഞ് 10 ശ്ലോകം എഴുതിയിട്ടുള്ളത്. അതിൽ ഒരു മതത്തിൻ്റെയും പേര് വരുന്നില്ല. ഈ ദൈവദശകം എന്ന് പറയുന്ന ഏത് മനുഷ്യർക്കും പഠിക്കുകയും ചൊല്ലുകയും ചെയ്യാവുന്നതാണ്. കേരളീയ നവോത്ഥാനത്തിൻ്റെ ചാലകശക്തിയായി ശ്രീനാരായണ ഗുരു മാറിയത് എങ്ങനെയാണെന്നും മതമൈത്രിയുടെ സന്ദേശം അദ്ദേഹം നൽകിയത് എങ്ങനെയാണെന്നും വരും തലമുറയെ പഠിപ്പിക്കാനുള്ള ഒരവസരമായി സമാധി ദിനവും ചതയ ദിനവും നമ്മൾ ആചരിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളുടെ സന്ദേശങ്ങളുടെ അന്തഃസത്ത ഉൾക്കൊള്ളുകയും അത് ഇനിയുള്ള തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായിരിക്കും ഗുരുവിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യവും. ഗുരുവിനെ കാണേണ്ടത് സാമൂഹ്യ പരിഷ്കർത്താവായിട്ടല്ല, ഗുരുവിനുണ്ടായിരുന്ന സമൂഹത്തോടുള്ള പ്രതിബദ്ധതയല്ല, സത്യത്തിനോടുള്ള പ്രതിബദ്ധതയാണ്. അതെന്തായിരുന്നു? അത് പരമമായ സത്യത്തിനോട്, ജീവിതത്തെ ഭരിക്കുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന, സകലതിനും ആധാരമായിരിക്കുന്ന സത്യത്തിനോട്. അതിനോടെങ്ങനെ ഒരുവന് പ്രതിബദ്ധത ഉണ്ടാകാൻ സാധിക്കും? അതിനെ അറിയുമ്പോൾ, അതിൽ നിന്നും താൻ വേറല്ല
അതിൽ തന്നെയാണ് താൻ ജീവിക്കുന്നത്, അതായിട്ടാണ് താൻ ജീവിക്കുന്നത് എന്ന ബോധമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ സത്യത്തിനോടുള്ള പ്രതിബദ്ധതയാണത്. ഗുരു പറയുന്നു, ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിത് ബ്രഹ്മണി സ്ഥിതഃ. അപ്പോൾ ഗുരുവിൻ്റെ അതിൻ്റെ അർത്ഥം ഇതാണ്. ജ്ഞാനമാകുന്ന അഗ്നിയിൽ സകലതിനെയും ദഹിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെ ഹിതത്തിനു വേണ്ടി മാത്രം വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ ബ്രഹ്മവിത്താണ്. അവൻ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മത്തിൽ തന്നെയാണ്. ബ്രഹ്മണി സ്ഥിതഃ. ഗുരു ജനിച്ചപ്പോൾ കരഞ്ഞില്ല. ബോധത്തോടുകൂടി ജനിച്ചു, ബോധത്തോടുകൂടി ജീവിച്ചു, ബോധത്തോടുകൂടി സമാധിയായി. അതായത് എന്ന് സമാധി, ഏത് സമയത്ത് സമാധിയാകും എന്ന് മുൻകൂട്ടി തന്നെ ഗുരു അരുൾ ചെയ്തു. അതുകൊണ്ട് തന്നെ ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ്, ദൈവമാണ്, ആരാധ്യനാണ്. പലപ്പോഴും പലരും, പല പ്രാസംഗികരും പല സന്ദർഭത്തിലും തങ്ങളുടെ വാദഗതികൾ സ്ഥാപിച്ചെടുക്കാനായി ഗുരുവിനെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ഉപയോഗിക്കുവാൻ ഇന്ന് ശ്രമിച്ചു വരുന്നു. ഗുരുവിനെ പറ്റി ഒരറിവുമില്ലാത്തവർ, വെറും സാമൂഹികവും രാഷ്ട്രീയവുമായ താല്പര്യം മാത്രമുള്ളവർ പറഞ്ഞ വാക്കുകളെ വ്യാഖ്യാനിക്കുകയും ചെയ്ത് ഗുരുവിനെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വിലയിരുത്തുന്നവരും വിലയിരുത്തുകയും അതിനെ പിൻപറ്റി ഗുരുവിൻ്റെ മഹാത്മ്യം എടുത്തു കാണിക്കുകയും ചെയ്യുന്നവർ വാസ്തവത്തിൽ ഗുരു നിന്ദയാണ് ചെയ്യുന്നത്. സത്യദർശികൾ പറയുന്നതെല്ലാം വിശ്വസിച്ചും കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമുക്കും അതുപോലെ ആവണം, അല്ലെങ്കിൽ അതിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാണ്. മനുഷ്യന് കിട്ടുന്നതൊക്കെ തിന്നണം, കുടിക്കണം, വ്യഭിചരിക്കണം, തോന്നിയാസം കാണിക്കണം, അങ്ങനെയുള്ള ഒരു പോക്കല്ലേ ഉള്ളു സാധാരണ മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ആ ഒരു സന്ദേശത്തിലൂടെ, മതമൈത്രിയുടെ ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചത്. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിൻ്റെ അനുരണനങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാവാം മതമൈത്രിയുടെ ആ ഒരു ഒത്തുചേരൽ, ആ ഒരു കൂട്ടായ്മ ഒരു അക്രമാസക്തമായ നിലയിലേക്ക് പോവാതെ ഇന്നും നല്ല നിലയിൽ തുടർന്നു പോകാൻ നമുക്ക് കഴിയുന്നത്. തപസ്സിന്റെ കരുത്തും ത്യാഗത്തിന്റെ വിജയവും സംഘാടനത്തിന്റെ ശക്തിയും സ്വജീവിതം കൊണ്ട് പകർന്നു തന്ന ശ്രീനാരായണ ഗുരു 73 വർഷമാണ് ഭൗതികമായി ഇവിടെ ഉണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1928 സെപ്റ്റംബർ 30 അഥവാ കൊല്ലവർഷം 1104 കന്നി 5 വ്യാഴാഴ്ച വരെ. എന്നാൽ അറിവിൻ പ്രകാശം പരത്തി ആത്മീയ തേജസ്സായി ഗുരു ഇപ്പോഴും ഇവിടെ തുടരുന്നു.